3.5 പവന്റെ കാശുമാലേ. ഈ മനുഷ്യന് തന്നെ കണ്ടിട്ടാ സ്വന്തം പെങ്കൊച്ച് വളർന്നു വരുമ്പോ ചുറ്റി പിടിച്ച് പെങ്ങക്ക് കാശുമാല. ഇവിടെ നാവ് പൊത്തി കിടന്നോളണം. നിനക്ക് പണ്ടപ്പൂവിന്റെ കുത്തിലടി തീറ്റ പണ്ടാറം. തന്തി നാളില്ലാത്ത പെങ്കൊച്ചിന് പിന്നെ ഞാനല്ലാതെ നിന്റെ ആങ്ങള മരം കയറി മണഗുണാഞ്ച് വന്ന് കെട്ടിക്കൂടി. അവ കൊടുത്തോണ്ട് പറഞ്ഞതല്ല, നമ്മുടെ മാധുവിന്റെ കാര്യം ആലോചിച്ചോണ്ട് പറഞ്ഞതാ. ചെമ്മീൻ തൊണ്ട് കളഞ്ഞ പോലത്തെ ഈ മുതലിന് അടുത്ത ഞായറാഴ്ച ഉള്ള കല്യാണം. തന്തക്കില്ലാത്ത വേവലാത്തി തള്ളക്ക് വേണ്ട. അണ്ണം വരെ വിഴിഞ്ഞിട്ട് എന്റെ നെഞ്ചില് കല്ലെരിയാ. വേണ്ടാ ബുദ്ധി തോന്നണ കാല വല്ലതും വലിച്ച് തലയെ കയറ്റി മുമ്പ് ഒരിക്കലും കൂടെ ഇറക്കി ഉണ്ടാന്നോ നീ പറയണേ? എന്റെ അണ്ണാക്കില് പഴന്നുണി ഞാൻ കുത്തിയും കറ്റും. ഭീമ പണ്ടാറം. എന്റെ പൊന്നപ്പിന് ഇങ്ങ് പോരടാ. ഓന്റെ അമ്മ അറിയാണ്ടൊന്നും മറിഞ്ഞു നടന്നാലേ തമിഴമണ്ടി ചൂട് വെച്ച പോലെയാവും. നീ ഇന്ന് നൂലുകമ്പിന് പോണില്ലേ പെണ്ണെ? പോയേച്ചി ആ മിറ്റത്തിട്ടിരിക്കുന്ന മുളകൊന്ന് വാരി വെച്ചേനെ. തടിച്ചു പറഞ്ഞു മുളക് വരിപ്പിയും കണ്ടൊരു നേരെ. പ്രിയ രഘുറ, നിനക്ക് സുഖമല്ലേ? പിറ്റേന്ന് വെളുപ്പിന് തന്നെ ഞാനും എത്തി. നീ ഏൽപ്പിച്ച പണം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. നിന്നെക്കുറിച്ചാണ് അവളുടെ ചിന്ത എപ്പോഴും. ദിവസങ്ങൾ ഇനി അധികമില്ല. പ്രത്യേകം സൂക്ഷിക്കണം. കഴിഞ്ഞാൽ അവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും മാറി നിന്നാൽ നന്ന് എന്ന് സ്വന്തം ഗോപു. ആക്രാന്തം കാണിക്കല്ല, കന്നിന്റെ പരവേശം. എന്താണത്തെ? ഇനി നീ തത്തോട് നുണ പറയരുത്. ആരേ അവള്? നീ എന്തിനാ ഇവിടുന്ന് മാറി നിൽക്കണം? നീ വല്ല കട്ടിട്ട് വന്നിരിക്കണോ? അതോ വല്ല ട്രെയിനിന് ബോംബ് വെച്ചിട്ടുണ്ടോ? നിന്റെ പോക്കറ്റിന് എനിക്ക് കിട്ടിയ കത്താ ഇത്. എടാ പടവ, നിനക്ക് വന്ന കത്ത് കണ്ടേച്ച് ഇവൾ എന്നോട് കിടന്ന് മൂക്കണ കണ്ട. അത് ഞാൻ ആശാന് വായിക്കുന്ന ഗോപുവിന്റെ കത്ത് കണ്ട. അതിന് അയാളുടെ പേര് പടവൻ എന്നല്ലേ, രഘുറാം എന്നല്ലല്ലോ. എന്നാര് പറഞ്ഞു എന്നോട്? ഇവന്റെ ശരിക്കുള്ള പേര് രഘുറാം. ഇത് വിളിപ്പേരാ പടവൻ. ഇവന്റെ അപ്പന് പൊള്ളാച്ചി പടവലങ്ങ കൃഷിയാ. താനെന്തിനാ അവിടെ മാറി നിൽക്കുന്നേ? എന്തിനാടാ? അതെ, ഇവൻ ആ പറമ്പിൽ പടവലങ്ങ പറിക്കാൻ വന്നൊരു പെണ്ണിനിട്ട് ജിങ് 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 നടത്തി പ്രശ്നത്തെ കാര്യം പറഞ്ഞല്ലോ. ഞാൻ പറയുന്നതിനെ കുഴപ്പം നിനക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ നടത്താല്ലേ? അത് ഞാൻ ചുമ്മാ അവളുടെ പുറകിൽ ഒരു ബോൾ ബെയറിംഗ് ആയിട്ട് കൈ കൊണ്ട് വൃത്തിയോട് കാണിക്കലടാ, അല്ലെങ്കിലേ വൃത്തികേട്. തരാം, നിന്നെ കിട്ടി തരാം. ഓ, ഞാനങ്ങ് പേടിച്ചു പോയി. എന്നോട് കാണിക്കുന്നതൊക്കെ വെറും കള്ളത്തരാണോന്ന്. എനിക്ക് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാ എന്റെ ചേട്ടൻ സഹിക്കില്ല. എനിക്ക് വേണ്ടി തേയില ചുട്ടുപഴുത്ത കാച്ചിരുമ്പെടുത്ത് ഇത്തിരി പൊള്ളിച്ചതാ ആ കൈത്തലം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നിന്റെ മുത്തശ്ശി ജാനുവിന് ഉടമാളൂറമ്മയെ പോലെ എനിക്ക് നീ. എനിക്കെല്ലാം മനസ്സിലായി. പുഷ്പം, പുഷ്പത്തിന്റെ സപ്ലൈ കട്ട്. ക്ഷമിക്കണം സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ജീവിതത്തിൽ ചില സാങ്കേതിക കൊലാബറിക്കേഷൻ സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് വാലിബന്റെ 25ാം ദിനത്തിന്റെ മഹാമഹം നീട്ടിവെച്ചിരിക്കുന്നു. നിന്റെയൊക്കെ 3 സപ്ലൈ. അയ്യോ പുഷ്പം, ചതിക്കരുത്. ഞങ്ങളുടെ സപ്ലൈ കട്ട് ചെയ്യരുത്. തെണ്ടികളെ മുറ്റത്ത് കാലൂത്തി പോയിരുന്നത് തന്നെ വാലിബ സ്റ്റൈൽ കാണിച്ചെന്നെ ചതിക്കായിരുന്നല്ലേ? അയ്യോ പുഷ്പം, അവനോട് പേര് ചോദിച്ച പൊന്നു തമ്പുരാനോട് പോലും അവൻ സ്റ്റൈൽ ഇറക്കും. ക്യാമ്പ് കഴിഞ്ഞു എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞതോ? അങ്ങനെ പറഞ്ഞു? മോശമായി പോയി, വളരെ മോശമായി പോയി. അയ്യോ പുഷ്, എന്താണോ നീ ക്യാമ്പ് കഴിഞ്ഞ മുമ്പ് എന്റെ മോളെ കൊണ്ടുപോകാന്ന് പറഞ്ഞ? ക്യാമ്പ് കഴിയാനും നിക്കണ്ട. എന്റെ അല്ലോ, ഈ സാധനത്തിന് ഞാൻ കെട്ടിയെടുക്കാന്ന് പറഞ്ഞു. എടാ തെണ്ടി, എന്തോ നീ എന്റെ മോൾക്ക് ആശ കൊടുത്തിട്ട് ഇപ്പൊ കൈ വലത്തുന്നോടാ, കൊന്നു കളയുന്ന ഇതുപോലെ രണ്ടെണ്ണം അന്തസ്സായി ഇറങ്ങിപ്പോയ വീടാണ് അത്. എന്റെ അല്ലോ,
എന്നെ ഒന്ന് രക്ഷപ്പെടുത്തൂ, ഞാൻ അവളെ കെട്ടിക്കോളാവേ. പ്രസിഡന്റ് കുളമാക്കൽ ജോയിയുടെ ഭാര്യ കുളമാക്കൽ ജോയിയുടെ ഭാര്യ ജോയിയുടെ ഭാര്യ പോയി ആരുടെ കൂടെ ചത്തുപോയെന്ന് അത്രേ ഉള്ളൂ. 5 മണിക്ക് വണ്ടി പോവല്ലേ തീർന്നില്ല പാലാണ് കഴുത്തിൽ നിന്ന് തല തെറിച്ചു പോണ നല്ല ചൂടുള്ള വാർത്തയാണ് ഇപ്പൊ കുത്തിയിട്ടത്. കൊലയാണോടാ? കൊല അല്ല, ഇത് കൊല നടന്നേക്ക്. നമ്മുടെ വാക്കത്തി വാസുവിന്റെ പെങ്ങളെയും കൊണ്ട് പെങ്ങളെ കൊണ്ട് തോളത്ത് കൈയിട്ട വാലിബൻ ഇന്നലെ കാട്ടിക്കൂടെ നടക്കണ കണ്ടെന്ന്. അതെന്തിനാടാ? ആ പ്രസിഡന്റിനൊന്നും അറിയാത്ത പോലെ ഉണ്ടല്ലോ ഒരു കുഞ്ഞുവാവ. നീ വല്ലത് കണ്ട? ഞാൻ കണ്ടില്ല, കണ്ടവര് പറഞ്ഞു. തല വണ്ടി എടുക്കടാ, വണ്ടി എടുക്കടാ ഉണ്ടാക്കൊക്കെ. കണ്ടവന്റെ വാക്കും കേട്ട് കാണാത്തത് അവന്റെ പെങ്ങളെ കൂട്ടി പറഞ്ഞ് നടന്നാൽ ചിലപ്പോ ഒലക്ക മുറിയണ അവന്റെ വാക്കത്തി നമ്മുടെ കഴുത്തി കയറിയിരുന്ന് നേരങ്ങ്. തനിക്ക് പറയാൻ കൊള്ളൂല, പക്ഷെ പഞ്ചായത്ത് പ്രസിഡന്റിന് പറയാം. പ്രസിഡന്റ് പറഞ്ഞാൽ കഴുത്ത് പോവില്ല, ഉറപ്പാ. പറയാൻ ചെല്ലുന്ന കാല് പോകും. അത് ശരിയാ, എനിക്കതങ്ങ് കത്തിയില്ല. സംഗതി വെളിയിലേക്ക് ഇറങ്ങാൻ പെട്ടിയോട്ടം ഉണ്ടെങ്കിലും വെളിക്കിറങ്ങാൻ പോണേ കാല് വേണ്ടേ? എനിക്ക് അതും കത്തിയില്ല. പ്രസിഡന്റെ, ആ വാലിബനിട്ട് പണിയണമെങ്കിൽ ആയുധം ഉപയോഗിക്കാൻ അറിയാവുന്നവന്റെ കൊടുക്കണം. വാസു പണിത് 5 വാക്കത്തി ഉണ്ടാ ശിവൻകുട്ടന്റെ കയ്യിൽ. കഞ്ചാവ് വെട്ടി അവന്റെ ഉള്ളം കൈക്ക് നല്ല തഴമ്പ. ഞാൻ വാക്കറപ്പിച്ച പെണ്ണിന്റെ അമ്മാവൻ കേൾക്ക്, നീ എനിക്കിട്ട് കടപ്പാരോണ്ട് പണിതോ. കിട്ടുന്ന കാശ് കൊണ്ടുപോയി ഓളുമാർക്ക് കൊടുക്കുകയാണെന്ന് എന്നാ നീ കേട്ടോ? നിന്റെ പെങ്ങളെഴുത്തിണ്ടല്ലോ തത്തമ്മ, അവളാ ബാലിബന്റെ കൊട്ടകയ്ക്കകത്താ പൊറുതീന്. ശിവൻകുട്ടൻ പെരപ്പുറത്ത് മയക്ക് വെച്ച് പറയും. പറയടാ പിഴച്ചവളാണെന്ന് നീ പറയടാ. പോയി ചോദിക്കണ നിന്റെ പെങ്ങളോട് ശിവകുട്ടൻ പറഞ്ഞത് നേരാണോ നുണയാണെന്ന് ചോദിക്കണ. അവൻ പറഞ്ഞിട്ട് പോയതൊക്കെ നേരാണോടി? നേരാണോന്ന് ഈ ലെക്ക് കേട്ട് വന്നവരോട് സമാധാനം പറയാൻ വാസോട്ട് നിന്നേ. വാ വാസുവേട്ടാ, കോവലും വെളിയും കേട്ടപ്പോഴേ എനിക്ക് തോന്നി ഇങ്ങോട്ട് വന്നേ. കുടുംബത്ത് പോയി ഇതാര്? നമ്മുടെ കൊച്ചുട്ടനാ. വണ്ടമേട്ടിൽ കയറിയ ബസ്സിന്റെ ചവിട്ട് പലക മുഴുക്കം പെടക്ക് തൂറി നാണിച്ചു. ഇവിടം വരെ ചകിരി പിരിച്ച് കയറ്റി വെച്ചാ കൊണ്ടുവന്നതേ. അത്രയ്ക്ക് ഇഷ്ടായത് കൊണ്ട്. എടി ഭവാനിയെ, നിനക്ക് ആളെ മനസ്സിലായില്ലയോ? ആ, ഇവന്റെ കോടാലിയുടെ വായത്തല കണ്ട മാനത്തെ ചന്ദ്രക്കല മാറി നിൽക്കും. നാലും വാസു എന്ന ഭാഗത്തുള്ളാവോ ഈ കുട്ടന്റെ? വകയിലൊരു കുഞ്ഞമ്മയുടെ ആണ്ടടി എന്തിനായിരുന്നു? തോട്ടക്കാട് വരെ വന്നപ്പോ 20 കിലോ ഇങ്ങോട്ട് വന്ന് വാസുവിനെ കാണാതെ എങ്ങനെയാ കുട്ടൻ പോവാ? എന്റെ തത്തയ്ക്ക് തന്നെ കാണാൻ പറ്റിയല്ലോ. ഭവാനിയെ, വാളത്തല വെച്ചിരിപ്പില്ലടി, ആ പുഴുക്ക് കൂട്ടി ഇവന് കൊടു. പെണ്ണിന് വല്ലാതെ തണുക്കുണ്ടെന്ന് തോന്നണു. ഉഷ്ണിക്കുന്നു. ഏട്ടത്തി അമ്മ എന്തിനാ ചിരിക്കണേ? ഏയ് ഒന്നുമില്ല. ഒന്നുമില്ല, പിന്നെ എന്തിനാ ചിരിക്കുന്നേ? അതോ, ഇതിനകത്തിരിക്കുന്ന ആളല്ലേടി ശിവൻകുട്ടൻ പറഞ്ഞ ആള്. ഏതാള്? ഓ പെണ്ണേ, കിഴക്കൻ കാറ്റടിച്ച് താഴെ വീണ കലണ്ടറേ ഞാൻ ആ കമ്പി കൊണ്ട് കെട്ടി വെച്ചത്. മറ്റവനെ ആരും കാണണ്ടാന്ന് കരുതി. ആ, അവന്റെ വാളത്തല പൂച്ച കട്ടോണ്ടെന്ന് പറയാം അല്ലേ? ആമരച്ചോട്ടില് മാരന്റെ നെഞ്ചത്ത് ചാഞ്ഞി കിടക്കന്റെ ചീതപ്പെണ്ണെ, ചാഞ്ഞി കിടക്കന്റെ ചീതപ്പെണ്ണെ. എന്താ തത്തെ? ഇന്നലെ രാത്രി ആ ശിവൻകുട്ടൻ വന്ന് വാസുവേട്ടനോട് ഞാൻ നിങ്ങളുടെ കൊട്ടയ്ക്കകത്ത താമസമൊന്നും എന്നെ പിഴപ്പിക്കുന്നൊക്കെ പറഞ്ഞ് വാക്കത്തെടുക്കലും പ്രശ്നമൊക്കെ ആയിരുന്നു. വാസുവേട്ടൻ തിരിഞ്ഞ് എന്നോടൊരു ചോദ്യം, കേട്ടതൊക്കെ സത്യമാണോടിന്ന്. നീ എന്തു പറഞ്ഞു?
ആ മുഖം കണ്ടെന്റെ ശ്വാസം നിലച്ചു പോയി. അവൻ പറഞ്ഞതൊക്കെ നുണയാണെന്ന് പറഞ്ഞു. നിനക്ക് സത്യം അങ്ങ് പറയാമായിരുന്നു. ഞാൻ നിന്നെ പഴപ്പിക്കാൻ കൊണ്ടിരുന്നൊന്നുമല്ലോ. സത്യം പറഞ്ഞിരുന്നെങ്കിൽ കാണായിരുന്നു. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒറ്റക്കണ്ണൻ. അവന്റെ അമ്മൂമ്മയുടെ അടിയന്തരത്തിന് പൂവൻ കോഴിയൊക്കെ ആയിട്ട്. ഇന്നലെ അവന്റെ കൈകൊണ്ട് എന്റെ ഈ കാശിമാലയുടെ തുമ്പത്ത് ഒരു മിന്നൂടെ കേറിയനെ. എന്തോ എനിക്ക് പേടിയാവുന്നു. നമുക്ക് എവിടേക്കെങ്കിലും പോവാം. ഞാൻ എവിടെ വിളിച്ചാലും വരാം. എന്താ ഒന്നും മിണ്ടാത്തെ? വേണ്ട തത്തേ, തീ ചുട്ടുപഴുത്ത കാച്ചിരുമ്പെടുത്ത് നിനക്ക് വേണ്ടി ഒത്തിരി പൊള്ളിച്ചതാ കൈത്തലം. ആ മനസ്സ് അനുവദിക്കും വരെ ഞാനിവിടെ നിന്നോളാം. ഹേ, നീ എന്തെങ്കിലും നോക്കുന്നേ? ഈ നെഞ്ച് കരിങ്കല്ലാണെങ്കിലും കൽക്കണ്ടായി കരള്.